എന്താ ഇതൊക്കെ കാര്യട്ടാ? പിന്നെ സാരി കൊടുക്കാറില്ലെങ്കിൽ എന്ത് ചെയ്യും? പഠിപ്പിക്കാൻ വിചാരിച്ചു. അയ്യോ ഞാൻ എടുത്തോളാം. ഇതെങ്ങനെയുണ്ട്? ഏയ് അത് കൊള്ളില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല കളറല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു മൂക്കുത്തിയും കൂടി അസൽ ബ്രാഹ്മൺ ഗേൾ പോലുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ല. ഒന്നാളെ ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ ഇത്? അതുകൊണ്ടാണ് ചേച്ചി തല്ലിയത്. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? അത് അവളോട് തന്നെ ചോദിച്ചു നോക്ക്. പാടി. എന്താ വിഷ്ണു കാര്യം? ഈ കൈ കൊണ്ട് ഞാൻ എന്റെ പെങ്ങളെ എടുത്തോണ്ട് നടന്നതല്ലാതെ ഇന്ന് വരെ അവളെ തൊട്ടു നോക്കിച്ചിട്ടില്ല. അളിയ ഈ വിളിക്ക് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. തലയിലെടുത്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നേ. നിലവിളക്കാണ്ട എന്റെ പെങ്ങള്, അമ്പലമായിരുന്നടാ എന്റെ വീട്. വീടേ ജപ്തി ചെയ്തിട്ടുള്ളൂ, അഭിമാനം ഞങ്ങൾ ജപ്തി ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം നിന്നോട് പറയാനിരുന്നതാണ്. പാർവതിയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. നിനക്ക് എന്തും എന്നോട് പറയാമല്ലോ ഹരി. എന്തുകൊണ്ട് ആദ്യമേ ഇതെന്നോട് പറഞ്ഞില്ല? കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്ങളുള്ള എന്നെ പോലൊരു ചേട്ടന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അമ്മയ്ക്കും ഇതറിയാമായിരുന്നു അല്ലേ? ഓഹോ, അമ്മയെ ചോദ്യം ചെയ്യാണോ? എന്തെങ്കിലും ഉത്തരവാദിത്വം അമ്മയോടോ പെങ്ങളോടോ ഇതുവരെ നീ കാണിച്ചിട്ടുണ്ടോ? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഗതികേട് വന്നപ്പോ നിന്റെ മേൽവിലാസവും തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് അവളെയും കൂട്ടിക്കൊണ്ടു വന്നത് നോക്കാൻ നീ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാ. തിരിഞ്ഞു നോക്കാറുണ്ടോടാ നീ ഞങ്ങളെ? ഇവിടെ ഞങ്ങൾ എങ്ങനെ കഴിയുന്നെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം എനിക്കറിയാമേ. കുറച്ചുകൂടെ സമയം തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. എന്തിന്? കാലത്ത് നീ പടിയിറങ്ങി പോകുന്നതും പാതിരായാവുമ്പോ കള്ളും കുടിച്ചോണ്ട് കയറി വരുന്നതും കണ്ടോണ്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഇവിടെ കഴിയാനോ? നിന്നെ പോലും ചെറുപ്പക്കാരനല്ലേടാ ഹരി. നീ ചെയ്യേണ്ട കടമകളെല്ലാം അവനാ നിറവേറ്റുന്നത്. അവനും അവന്റെ അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കും. ആരുടെ അനുവാദം എനിക്കതിന് വേണ്ട. കൊണ്ട് അങ്ങനെ പറഞ്ഞു. നിന്റെ വിഷമം കൊണ്ട് നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഹരി കാണിച്ച തെറ്റാണ്, പക്ഷെ അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്നെ നോക്കി പേടിപ്പിക്കാതെ ഇങ്ങനെ മാറിയിരുന്നാ മതിയോ? എന്തെങ്കിലും ഒരു പോംവഴി കാണണ്ടേ? എന്ത് പോംവഴി? നീ ഇതങ്ങ് സമ്മതിക്ക്. നിന്നെ ഞാൻ കുറ്റം പറയല്ല. നിന്റെ വീട്ടിൽ നിർത്തി നിനക്ക് അവരെ പോറ്റാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. വരുമാനമില്ലാത്തോണ്ട് വാടക മുറിയുന്ന സംബന്ധം ആലോചിക്കണോ ഞാൻ എന്റെ പെങ്ങൾക്ക്? വെറും വാടക മുറി ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത്? വാടകയാണോ നമ്മൾ ഷെയർ ചെയ്യുന്നത്? മനസ്സല്ലടാ വിഷ്ണു. കേൾക്കാൻ കൊള്ളാൻ വാചകം. എന്റെ പെങ്ങളാ, നഷ്ടം നിനക്കൊന്നുമല്ലല്ലോ. മനസ്സ് പങ്കുവെക്കുന്നവരാണെങ്കിൽ എന്നോട് മറച്ചു വെക്കോ ഈ ബന്ധം? അളിയാ, നീ വക്കാലത്ത് പിടിക്കാൻ നോക്കണ്ട. ഞാൻ സമ്മതിച്ചുകൊണ്ട് നടക്കല. മാറ്റി താമസിപ്പിക്കാൻ പോവാ ഞാൻ എന്റെ അമ്മയും പെങ്ങളെ. പോറ്റാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്കളയാ പ്ലീസ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല. എടുത്തു ചാടരുത് വിഷ്ണു. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചാലോ? ഇതിനേക്കാൾ പെട്ടെന്നല്ലേ ഇതിലും വലിയ തീരുമാനം അമ്മ എടുത്തത്? തീരുമാനം ഒന്നും എടുത്തില്ല. അമ്മ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. നല്ല കാര്യമായിരുന്നേ. ഇവൻ എന്നോട് ആദ്യം കാര്യം വന്ന് പറഞ്ഞ് ഇവന്റെ വീട്ടുകാരൻ ഞാൻ പോയി കണ്ട് സംസാരിച്ച് അതിന്റേതായ അന്തസ്സിൽ ഇത് നടന്നിരുന്നെങ്കിൽ. ഞാൻ നിന്നെ വിളിച്ചല്ല വിഷ്ണു, അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. മറുപടി കിട്ടിയിട്ട് നിന്നോട് സംസാരിക്കാന്ന് വെച്ചു. മറുപടി കിട്ടുന്നതുവരെ മാന്യമായിട്ട് പെരുമാറാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോടാ? മതി, ആരും കൂടുതൽ സംസാരിക്കണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അനുവാദം ചോദിക്കേണ്ടവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹരിയായിട്ടും വിളിച്ചാ ഞാൻ കൂടെ ഇറങ്ങി പോവും. ഒട്ടുപോകരുതവളെ. രക്ഷിക്കാൻ കഴിവില്ലാത്തവൻ ശിക്ഷിക്കാൻ വരണ്ട. വാ മോളെ. അവന്റെ വേദന എനിക്കറിയാം. എല്ലാരും അവന്റെ ഇല്ലായ്മ മുതലെടുത്ത് രാമ ചേച്ചി, നീ ചെയ്തതും തെറ്റാണ്. ഹലോ, സമാധാനമായി കഴിയുക. ഞങ്ങളിവിടെ ആകെ പ്രശ്നമുള്ള വീട് ഇതേ ഉള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്താ വിഷ്ണുട്ടാ? ഞാനിവിടെ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറയായിരുന്നു. അപ്പം മരിച്ചെന്ന് കരുതി അപ്പുറത്ത് ആളില്ലെന്ന് ധരിക്കരുത് കേട്ടാ.
എന്റെ അപ്പന്റെ ശരീരം ഇവിടെ ഇട്ട് ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞപ്പോ അപ്പുറത്തെ ആൾക്കാർ ആരെയും കണ്ടില്ലല്ലോ. ഇവിടുത്തെ പൂട്ടും താക്കോലും അപ്പുറത്ത് ഏൽപ്പിച്ചിട്ടല്ല അപ്പം പോയത്. കൂട്ടും താക്കോലില്ലാത്ത വീടാണെന്ന് എല്ലാവർക്കും അറിയാം. അതാ വരുത്തനെ തടഞ്ഞത്. തോന്നിയാസായിട്ട് അഴിഞ്ഞാടാനാണ് ഭാവമെങ്കിൽ ഓക്കിരുത്തന്നെ നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛന്മാരോട് പോയി പറഞ്ഞാൽ മതി. ഈ വീട് അനാഥമായിട്ടൊന്നുമില്ല. അടിച്ചിട്ട് പല്ലിയം എന്താ അല്ല ചന്ദ്രമോഹൻ, ഇവനൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? പൊന്ന് റോസ്കൽസ്. ആ അത് പോട്ടെ, ചേട്ടൻ വാ വാ. പെട്ടെന്നുള്ള എടുത്തുചാട്ടം പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കൂ. നമ്മൾ എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊന്നും മനസ്സിലാക്കാൻ ആരും മെനക്കെടത്തില്ല. എന്തിനും കുറ്റം കാണാനേ നാട്ടുകാർ നിൽക്കൂ. ആ അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്താ ആ വീടുമായിട്ടുള്ള ബന്ധം? സഹതാപമാണോ അതോ വേറെ വല്ല ലൈനുമാണോ? എനിക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയുന്നില്ല. നീ നാഥനില്ലാത്ത വീട്ടിലെ പെണ്ണിനെ കാണാൻ ചെല്ലുന്നത് നാറ്റക്കേസാ. നാഥനില്ലാത്ത വീട്ടിലെ പെണ്ണിനെ കാണാൻ പോകുന്നത് അനിയൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. എന്റെ ചേട്ടാ, എനിക്കിതൊക്കെ മനസ്സിലാവും. തനിക്കത് മനസ്സിലാവില്ല. ഈ ലോകത്ത് ആർക്കും മനസ്സിലാവില്ല. അതൊരു പുതിയ കുട്ടൻസ് ആണല്ലോ, മനസ്സിലാക്കേണ്ടതാണ്. ചന്ദ്രമോഹൻ അറിയോ, ഞാൻ ആ വീട്ടിൽ പോകുന്നത് കുറ്റബോധം കൊണ്ടാ. കുറ്റബോധമോ? ഇനി വേണ്ടല്ലോ. ആ അമ്മയുടെ കത്ത് വന്നു. അമ്മയ്ക്ക് സമ്മതമാണ്. പാർവതിയെ അമ്മയും കൂട്ടി നാട്ടിലേക്ക് വരാനാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ലീവ് എടുത്തു. ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. മോളെ, കുറച്ച് സമയം കൂടെ ചേട്ടൻ തന്നൂടെ? എന്നെ ഇത്രത്തോളം തളർത്തുന്ന അമ്മേ. വാ മോളെ, പോകാം. കഴിഞ്ഞതെല്ലാം മറക്കണം. എനിക്ക് ആകെയുള്ളൊരു അത്താണിയാണ് വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടൻ വിഷമിക്കരുത്. എല്ലാരും എന്നിൽ നിന്ന് അകലുകയാണ്. എനിക്കിനി ആരുമില്ല സൂസനെ. അത്രത്തോളം അകലെയാണോ ഞാൻ? എന്റെ മനസ്സിൽ കത്ത് നിൽക്കുന്ന മെഴുകുതിരിയാണ് സൂസന. വിഷ്ണുവേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? ഇതാദ്യം അങ്ങോട്ട് ചോദിക്കണമെന്ന് ആശയവനാണ് ഞാൻ. അർഹതയില്ലാന്ന് ഇപ്പൊ മനസ്സ് പറയുന്നു. എന്തുകൊണ്ട്? എന്നെ പൂർണ്ണമായിട്ടും സൂസനയ്ക്ക് അറിയാമോ? അറിയാം. ഇപ്പോ ഈ സ്നേഹം മാത്രം ഓർത്തുറങ്ങുന്നതാ എന്റെ വീടും മനസ്സും. ഇനിയും സൂസനയോട് ഒന്നും വിളിക്കാൻ എനിക്ക് കഴിയില്ല. തന്നോടെങ്കിലും പറഞ്ഞാലേ മനസ്സിന് സമാധാനം കിട്ടും. പാവയേറ്റ് പറയുകയാണ്, ശപിക്കരുത്. രാധയെ കൊന്നത് ഞാനാണ്. ഞാനാണ് അവനെ കൊന്നത്. സമാധാനമായി സൂസനെ. സത്യം ഒളിച്ചു വെക്കാനുള്ള കെട്ടുറപ്പ് എന്റെ മനസ്സിനില്ല. സമാധാനം. ഞാനെല്ലാം പോലീസിനോട് തുറന്നു പറയാൻ പോവാ. അരുത് വിഷ്ണുവേട്ടാ, ഇത് മറ്റാരോടും പറയരുത്. ഞാൻ ചെയ്യേണ്ടതാണ് വിഷ്ണുവേട്ടൻ ചെയ്തത്. എനിക്കെന്നും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി വിഷ്ണുവേട്ടന്. എന്നെ വിട്ട് എങ്ങും പോരുത് വിഷ്ണുവേട്ടാ. എന്നെ ഒറ്റയ്ക്കാക്കരുത്. നിന്റെ അനുവാദമില്ലാതെ അമ്മയും പെങ്ങളും ഹരിയുടെ കൂടെ ഇറങ്ങിപ്പോയി കല്യാണം നടത്തേണ്ട വാശിയാണോ ഈ തീരുമാനം? അതോ
സൂസന്നയോട് പെട്ടെന്ന് തോന്നിയ സഹതാപമോ? അമ്മ അറിയിക്കണ്ടേ? വേണ്ട, അച്ഛനോട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് മതി. ഒരാൺതുണ സൂസന്നയ്ക്കുണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് നീ ആകുമ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും. എല്ലാം ഏർപ്പാടാക്കിയോ? ഉവ്വ്, രാവിലെ 10 മണിക്ക് ചെല്ലാനാ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. 9 മണിക്ക് കാറും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു തീരുമാനമെടുത്തു. ഇനി ധൈര്യമായ ജീവിതം തുടങ്ങും. ഞങ്ങൾ എല്ലാവരും ഇല്ലേ നിന്റെ കൂടെ? സോറി മിസ്റ്റർ വിഷ്ണു, ഐ ആം ചന്ദ്രമോഹൻ, SP ക്രൈം ബ്രാഞ്ച്. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്. കാര്യം ഇവിടെ വെച്ച് പറയണ്ടല്ലോ. എന്താ സാർ കാര്യം? കാര്യം വിഷ്ണുവിനറിയാം. ഇവിടെ വെച്ച് ഇങ്ങനെ വേണ്ടി വന്നു. ഒന്നും തോന്നരുത്. താലി കെട്ടുന്നതിന് മുമ്പാകുമ്പോ നിങ്ങൾക്കും പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കുമല്ലോ. എട്ടാം ബ്ലോക്കിൽ ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ച് എന്താ കറക്റ്റ് റിപ്പോർട്ട് തരായിരുന്നത്? മോളിൽ നിന്ന് ചോദിക്കുമ്പോ സമാനം പറയേണ്ട ഞാനാ. തനിക്കൊക്കെ വാപിടിച്ച് നിന്നാ മതി. ഇനി ഇത് ആവർത്തിച്ച തല തൊപ്പ് കാണില്ല, സൂക്ഷിച്ചോ. സാർ, സെക്യൂരിറ്റി പ്രശ്നമുള്ള പുള്ളിയാണ്. ഇവിടെ കൊണ്ടുവരാനാണ് കോടതി ഓർഡർ. സബ് ജയിലിൽ കൊള്ളാത്ത പുള്ളിയാണ് നീ അല്ലേ? ആചാരവെടി മുഴക്കി തന്നെ ആയിക്കോട്ടെ നിന്റെ ഗൃഹപ്രവേശം. എന്താ സുഖം തന്നെയല്ലേ? അതെ അതെ, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാ? നമുക്കല്ലേ പ്രശ്നം. വീട്ടിൽ ചെന്നാ അവിടെ പ്രശ്നം, ഇവിടെ വന്നാ ഇവിടെ പ്രശ്നം. ആഹാരം കഴിച്ചോ? കഴിച്ചു. ഉറങ്ങാൻ തുടങ്ങിയായിരിക്കും അല്ലേ? അകത്ത് കിടക്കേണ്ടതെല്ലാം പുറത്ത് കിടന്ന് വിലസുക. അല്ലടാ സേതുട്ടി? സാർ, ഞാൻ മൊയ്തൂട്ടിയാണ്. രണ്ടും കണക്കിന്റെ ചക്ക. നിന്നെയാണ് വിളിച്ചത് എനിക്ക് മനസ്സിലായല്ലോ. ഓ, നിന്നെയാണ് വിളിച്ചത് എനിക്ക് തോന്നിയില്ലല്ലോ. ഇല്ല സർ. ഇല്ല. എന്താ എന്റെ പേര്? വിഷ്ണു. എന്റെ അമ്മേ, ഭഗവാനാണല്ലോ. എന്താ നിന്റെ വകുപ്പ്? വിഗ്രഹമോഷണം, ബെൽറ്റ് ബോംബ് നിർമ്മാണം, വിമാന റാഞ്ചൽ, ഏതാ? കൊലക്കുറ്റാണ് സർ. വെരി ഗുഡ്. എത്ര എണ്ണത്തിനെ തട്ടി നീ? ഓ, അതാതെ കൊന്നത് നീയാണല്ലേ? എന്റെ ഭഗവാനെ, ഇങ്ങനെ തലയ്ക്ക് കൈയും വെച്ച് സുഖമായിട്ട് അനന്തശയനം മാതിരി കിടന്നോളൂ ഭഗവാനെ. ഞാൻ പുറത്തുണ്ട് സേതുട്ടി. സാർ, ഞാൻ മൊയ്തൂട്ടിയാണ്. ഒറ്റ വീക്ക് വെച്ച് ഞാൻ ഭഗവാൻ എടുത്തിട്ട് നോക്കില്ല. സേതുട്ടി, മൊയ്തുട്ടി, മൺവട്ടി. ഇവിടെ ഉള്ളതിൽ ഏറ്റവും മനുഷ്യപ്പെട്ടുള്ള വാർഡനാ തമ്പി സാർ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കും. എല്ലാവരോടും സ്നേഹമാ. നിങ്ങൾ ആരാ അയാളുടെ? കല്യാണം കഴിക്കാതിരുന്ന കുട്ടിയാണ് സർ. ഞാൻ വിഷ്ണുവിന്റെ ഫ്രണ്ടാണ്, ജെയിംസ്. അഡ്വക്കേറ്റ് പത്മജ മേനോനോട് സംസാരിച്ചു. കേസ് അവർ ഏറ്റെടുത്തു. ദിവാകരായിട്ട് ഏർപ്പെടുത്തിയതാണ്. പേടിക്കാനൊന്നുമില്ല, രക്ഷപ്പെടുത്താമെന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. വരുന്നത് പോലെയൊക്കെ വരട്ടെ. അങ്ങനെ തളരരുത്. കേസ് നടത്താനൊക്കെ ഒരുപാട് കാശ് വേണ്ട ജെയിംസ്. അതൊന്നും വിഷ്ണുവേട്ടൻ അറിയണ്ട. കാശൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടൻ ഒന്നും സംഭവിക്കില്ല. അഡ്വക്കേറ്റ് വന്ന് ചോദിക്കുമ്പോ എല്ലാം തുറന്നു പറയണമെന്ന് അവര് പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയതാ. അതിലും വലിയ തെറ്റാ ഞാനിപ്പോ സൂസന്നയോട് ചെയ്തിരിക്കുന്നത്. വെറുതെ താലി നീട്ടി ആശിപ്പിച്ചു. വിഷ്ണുവേട്ടൻ എനിക്ക് നീട്ടിയ മിന്ന് മാതാവിന്റെ കാൽക്കൽ സൂക്ഷിച്ചിരിക്കാൻ ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് ആ ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന്.